എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും എന്നാണ്. For if you live according to the flesh, you will die എന്നാണ്. അതായത് in verse 12 Paul says, I have no intention to live according to the flesh, so I don't include myself there. 12-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? ശരീരം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് യാതൊരു താല്പര്യം ഇല്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഉൾപ്പെടുന്നില്ല. എന്നാൽ 13-ാം വചനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, if you live according to the flesh, you will die. ഞാൻ ഒരു തീരുമാനം എടുത്തു, ഞാൻ ഇനി ശരീരം അനുസരിച്ച് ജഡം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങൾ അങ്ങനെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും എന്നാണ്. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നെങ്കിലും നിങ്ങൾ ജീവിക്കും. എന്നാൽ നിങ്ങൾ ശരീരത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ മരിക്കും എന്നാണ്. സോ ദാറ്റ് ഈസ് യുവർ ചോയ്സ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ്. ഇത് എന്റെ ചോയ്സ് ആണ്. ഞാൻ ഇനി ശരീരത്തെ ജഡത്തെ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിനനുസരിച്ച് ജീവിക്കാൻ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതാണ് എന്റെ ചോയ്സ്. നിങ്ങളുടെ ചോയ്സ് എന്താണ്? Do you want to live according to the flesh? You can. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കണം വേണ്ടായോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്നാണ് 13-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So do you want to put to death the deeds of your body through the Holy Spirit? You can. പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തികളെ നിങ്ങൾ മരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം. അത് നിങ്ങൾക്ക് കഴിയും. അല്ലാതെ നിങ്ങൾ ജഡത്തെ ശരീരത്തെ അനുസരിച്ചു അതിന്റെ പ്രവർത്തികളിൽ സന്തോഷിച്ചുകൊണ്ട് ജഡത്തെ സുഖിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മരിക്കും എന്നാണ്. എന്നാൽ as far as I am concerned, Paul says here, I have made already my choice, and that is I am going to live according to the Holy Spirit every day. പൗലോസ് പറയുന്നത് എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എന്റെ തിരഞ്ഞെടുപ്പോ, അതാണ് എന്റെ ഇഷ്ടം. അങ്ങനെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. But Paul says, I do not know what is your choice. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ എന്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ അറിയിക്കുന്നു. So അതുകൊണ്ട് it teaches us that a believer can live according to the flesh. So ഇതിൽ കൂടി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും. ഒരു രസകരമായിട്ടുള്ള ഒരു ഈ 13-ാം വചനത്തിൽ കൂടി we have to understand one interesting thing. അത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിക്ക്, വിശ്വാസി എന്ന് പറയുന്ന, ഞാൻ ഒരു വിശ്വാസിയാണെന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ജഡത്തെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലായോ? So you know from your personal experience that is possible. നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ കൂടി തന്നെ നമുക്ക് ഈ സത്യത്തെ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ കൂടി നമുക്ക് ഇത് അറിയാൻ സാധിക്കും. എന്താണ് എന്ന് ചോദിച്ചാൽ, ഈസ് there single day in your life where you can say it is impossible for me now to sin? എനിക്ക് ഇപ്പോൾ പാപം ചെയ്യാൻ കഴിയില്ല എന്ന്
പറയാൻ കഴിയുന്ന ഒരു ദിവസം എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വരുമോ? അതാണ് ചോദ്യം. ഇല്ല, എനിക്ക് ഇനി പാപം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മീ ടു കമ്മിറ്റ് എനി സിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ, പറയുന്ന ഒരു സ്റ്റേജ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, വരുമോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ സൃഷ്ടിയിൽ, ഫോർ എക്സാമ്പിൾ, the planets can say that, so that is impossible for them to disobey God. So for they just obeyed God for thousands and thousands of years, and it is impossible for them to disobey God because of one single reason, and that is they don't have a free will. അതെന്താണ് എന്ന് ചോദിച്ചാൽ, സോ ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ അസാധ്യമാണ്. ആർക്കാണ്? പ്രത്യേകമായിട്ട് ആകാശത്തിൽ കിടക്കുന്ന ഗ്രഹങ്ങൾക്ക്. പക്ഷെ അതൊരിക്കലും ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ അസാധ്യമാണെന്ന് ഒരിക്കലും അത് പറയത്തില്ല. കാരണം ഒരു ആയിരം ആണ്ടുകളായിട്ട് ഇതുവരെ ഒരു അനുസരണകേടും കാണിക്കാതെ എപ്പോൾ അവയെ ദൈവം സൃഷ്ടിച്ചോ അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തോട് അനുസരണമാണ് അത് കാണിച്ചിരിക്കുന്നത്. ഇതുവരെ ഈ ഗ്രഹങ്ങൾ ഒരിക്കലും സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, മറ്റ് പ്ലാനറ്റ്സ് ആകട്ടെ, ഒരിക്കലും ദൈവത്തോട് അനുസരണകേട് കാണിച്ചിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, ഈ ഗ്രഹങ്ങൾക്കാകട്ടെ സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തി അതിനില്ല. ആ സ്വതന്ത്രമായിട്ടുള്ള ആ ഫ്രീ വിൽ, ആ സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തി ഈ ഗ്രഹങ്ങൾക്കും സൂര്യനും ചന്ദ്രനും ഇല്ലാത്തതുകൊണ്ട് ആ കാരണത്താൽ അവ ഒരിക്കലും ദൈവത്തോട് അനുസരണകേട് കാണിക്കാനും ദൈവത്തിന് വിരുദ്ധമായിട്ട് പാപം ചെയ്യാനും അതിന് കഴിയില്ല. സോ എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് ദൈവം ഒരു ഫ്രീ വിൽ തന്നിട്ടുണ്ട്. ദൈവം സോ അത് ജനിച്ച സമയം മുതൽ നമ്മുടെ ജീവിതത്തിലും. സോ ബിഫോർ അവർ കൺവേർഷൻ വി ഓൾ ഹാഡ് ഫ്രീ വിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുന്നതിന് മുൻപ്, നമ്മൾ മാറുന്നതിന് മുൻപ്, പുതിയ സൃഷ്ടി ആകുന്നതിന് മുൻപ്, സോ നമുക്കൊരു ഈ ഇച്ഛാശക്തി, സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ വാട്ട് അബൌട്ട് ആഫ്റ്റർ അവർ കൺവേർഷൻ, ആഫ്റ്റർ ബീങ് ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്? സോ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം വന്നപ്പോൾ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിന് ശേഷം, സോ നമുക്ക് ആ ഒരു ഫ്രീ വിൽ, സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടോ? അല്ലെങ്കിൽ ദൈവം ആ ഇച്ഛാശക്തിയെ എടുത്തു കളഞ്ഞു? So look at the multitude of cases around us. People who were once filled with the Holy Spirit are living in sin today and fallen away from the faith. So ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. എങ്ങനെയുള്ളവരാണ്? ഒരു കാലത്ത് നല്ല ആത്മീയ തീക്ഷ്ണതയിൽ ഉണ്ടായിരുന്ന ആളുകൾ, സോ ദൈവത്തിന് വേണ്ടി എരിവോടെ ജീവിച്ച ആളുകൾ,
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണെന്ന് കാണിച്ചു കൊടുത്ത ആളുകൾ ഇന്ന് അവരെല്ലാം പാപത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. They are defeated by sin. They are living in sin. പിന്നെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി. അന്നുണ്ടായിരുന്ന വിശ്വാസം ഇന്നില്ല. സോ അത് എന്താണ് നിരൂപിക്കുന്നത്? അതെന്താണ് കാണിക്കുന്നത്? സോ അതിൽ കൂടി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ചോദിച്ചാൽ, God never takes away man's free will even after his born again experience. സോ രക്ഷയുടെ അനുഭവത്തിന് മുൻപ്, രക്ഷയുടെ അനുഭവത്തിന് ശേഷം, രക്ഷിക്കപ്പെട്ടതിന് ശേഷമാകട്ടെ, ദൈവം ഒരിക്കലും മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം നൽകിയിരിക്കുന്ന ഈ ഫ്രീ വിൽ ഉണ്ടല്ലോ, അതിനെ ഒരിക്കലും മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം എടുത്ത് കളയത്തില്ല. സോ വീണ്ടും ജനനം പ്രാപിച്ചവരാകട്ടെ, സോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകട്ടെ, ആരുടെ ജീവിതത്തിലായാലും ദൈവം ഈ ഇച്ഛാശക്തിയെ ഒരിക്കലും എടുത്തു കളയുന്നില്ല എന്നുള്ളത്. So he will not take your free will even after you are being filled with the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിന് ശേഷവും ദൈവം നിങ്ങളുടെ ആ ഇച്ഛാശക്തി, സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന, സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ ഇച്ഛാശക്തി ഉണ്ട്, അതിനെ ദൈവം ഒരിക്കലും എടുത്തു കളയുകയും. Because the very moment God takes away your free will, then you become a dead object like a tree or a planet. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തിയെ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ വെറും ഒരു വൃക്ഷം പോലെയാണ്, അല്ലെങ്കിൽ വെറും ഒരു ഗ്രഹം പോലെ ആയിത്തീരും. എന്നാൽ God doesn't want trees and plants who don't have free will. എന്നാൽ ദൈവത്തിന് ഇച്ഛാശക്തി ഇല്ലാത്ത ഈ പ്ലാനറ്റ്സുകൾ ആവശ്യമില്ല, ഈ വൃക്ഷങ്ങൾ ആവശ്യമില്ല. But he wants sons and daughters who have this free will or freedom of choice. ദൈവത്തിന് വേണ്ടിയത് മക്കളാണ്. സോ ഇച്ഛാശക്തിയുള്ള, ഈ ഫ്രീ വിൽ ഉള്ള, ഫ്രീഡം ഓഫ് ചോയ്സ് ഉള്ള, തിരഞ്ഞെടുക്കാൻ ശക്തിയുള്ള മക്കളാണ് ദൈവത്തിന് വേണ്ടിയത്. ഇച്ഛാശക്തി ഇല്ലാത്ത, എപ്പോഴും അനുസരണം കാണിക്കുന്ന, പാപം ചെയ്യാതിരിക്കുന്ന, ഫ്രീഡം ഓഫ് വിൽ ഇല്ലാതെ, ഫ്രീഡം ഓഫ് ചോയ്സ് ഇല്ലാതെ വൃക്ഷങ്ങളും പ്ലാനറ്റുകളും ദൈവത്തിന് ആവശ്യമില്ല. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്ക് എല്ലാവർക്കും ഈ ഫ്രീ വിൽ, സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തി, സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ശക്തി തന്നതുകൊണ്ട് നമ്മൾ ശരീരത്തെ അനുസരിക്കണോ വേണ്ടായോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ശരീരത്തിന്റെ ഇച്ഛകള്, ശരീരത്തിന്റെ ആഗ്രഹങ്ങള്, ആ ഓൾഡ് മാസ്റ്ററിന്റെ ശബ്ദം വീണ്ടും കേൾക്കണോ, ഈ ഓൾഡ് മാസ്റ്റർ, പഴയ യജമാനൻ പറയുന്നത് വീണ്ടും അനുസരിക്കണോ വേണ്ടായോ എന്ന് നമ്മൾ തീരുമാനിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. If you live according to the flesh, you must die. അപ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും എന്നാണ്. സോ ആക്ച്വലി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ സെയിം തിങ് ആണ്. ഇതുപോലെയാണ് ആദാമിനോടും അവയോടും ദൈവം പറഞ്ഞത്. It is similar to what the Lord has told to Adam. ദൈവം എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, if you eat the tree of good and evil, you must die or you will surely die എന്ന് ദൈവം പറഞ്ഞത്. സോ ഈ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നീ മരിക്കും, തീർച്ചയായിട്ടും നീ മരിക്കും എന്നാണ് ആദാമിനോടും അവയോട് ദൈവം കൽപ്പിച്ചത്.
And the very first lie the Satan was spoken to Adam and Eve was, you will not die. എന്നാൽ ഈ സാത്താൻ ഇല്ലെങ്കിൽ പിശാചു അവയോടും ആദാമിനോടും പറഞ്ഞ ആദ്യത്തെ കള്ളത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ, നീ മരിക്കയില്ല എന്ന്. But God has said you will die and Satan has said you will not die. ദൈവം നീ മരിക്കും എന്ന് പറയുമ്പോൾ സാത്താൻ പറയുന്നു നീ മരിക്കയില്ല എന്നാണ്. ആദ്യത്തെ മനുഷ്യനോട് പറഞ്ഞ കള്ളത്തനം. എന്നാൽ ഇതിൽ കൂടി എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, the implication is God is so loving, God is so good. Why will he allow you to die, Adam and Eve? No, you will not die. You will live forever. You will not go to hell. You will be all right. Don't worry. So these was the lies the devil has told Adam. എന്താണ് ഇതിൽ കൂടി നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനോടും അവയോടും ഇതാണ് പിശാച് പറഞ്ഞത്. ദൈവം വളരെ സ്നേഹവനാണ്. ദൈവം വളരെ നല്ലവനാണ്. അവൻ നിങ്ങളെ ഒരിക്കലും മരിക്കാൻ അനുവദിക്കയില്ല. ആദാം, അവ, നിങ്ങൾ ഒരിക്കലും മരിക്കില്ല. നിങ്ങൾ ജീവിക്കും. നിങ്ങൾ നരകത്തിൽ പോകുന്നില്ല. നിങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് വിഷമിക്കുന്നത്? നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോ എന്നാണ് പിശാച് അന്നും അവരോട് പറഞ്ഞത്. ഇതാണ് അവരോട് പറഞ്ഞ കള്ളത്തനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. So we have to apply the same principle of Genesis 3 to Romans 8, chapter 8, verses 12 to 13. അതായത് സെയിം പ്രിൻസിപ്പൽ നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യണം. എന്താണ്? There it was eating the fruit of the tree of knowledge of good and evil. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന കാര്യമായിരുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ദൈവം പറയുന്നത് ലിവിങ് അക്കോർഡിംഗ് ടു ദി ഫ്ലെഷ്, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ രണ്ട് കേസിലും പണിഷ്മെന്റ് സെയിം ആണ്. But the punishment is same in both cases. എന്താണ് പണിഷ്മെന്റ് എന്ന് ചോദിച്ചാൽ, you will die. If you live according to the flesh, you will die. If you eat the fruit of the tree of knowledge of good and evil, you will die. എന്നാൽ അന്നും ആദാമിനോട് ഈ പിശാച് വന്നിട്ട് പറഞ്ഞ കള്ളത്തനം you will not die എന്നായിരുന്നു. ഇന്നും അനേക വിശ്വാസികളോട് ഇന്നും പിശാച് വന്നിട്ട് പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കയില്ല എന്നാണ്. ഓളും ഈ പിശാച് ആ കള്ളത്തനം വിളമ്പിക്കൊണ്ടിരിക്കും. ഇന്നും എന്താണ് സേറ്റൻ പറയുന്നത്? Oh, that's okay. If you are living according to the flesh, it's fine. You are a child of God. You never die. Look at so many believers who live according to the flesh, but they live a comfortable Christian life. Don't worry. So these things the devil is saying to believers, whispering in their ears. ശരി, നീ ജഡപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ കുഴപ്പമില്ല. നീ ദൈവമകനാണ്. നീ ഒരിക്കലും മരിക്കില്ല. ജഡപ്രകാരം ജീവിക്കുന്ന നിരവധി വിശ്വാസികളെ നോക്കൂ. അവർ സുഖകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, നീ വിഷമിക്കേണ്ട എന്ന് അവരുടെ ചെവിയിൽ ഇപ്പോഴും പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മെജോറിറ്റി ഓഫ് ദി ക്രിസ്ത്യൻസ് they are still following or listening to their flesh or sinful desires of the flesh. Our flesh is controlling. God is not controlling. Flesh is their master. God is not their master.
Holy Spirit is not there, Master. എന്നാൽ വചനം എന്താണ് പറയുന്നത്? പിശാച് പറയുന്നത് നിങ്ങൾ മരിക്കയില്ലേ. എന്നാൽ വചനം എന്താണ് പറയുന്നത്? ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. റോമർക്ക് എഴുതിയ ലേഖനം 8:12-13 എന്താണ് പറയുന്നത്? ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ചു ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാറാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും എന്നാണ്. So therefore, dear brothers and sisters, you have no obligation to do what your sinful nature urges you to do. For if you live by its dictates, you will die. But if through the power of the Spirit you put to death the deeds of your sinful nature, you will live. നിങ്ങളുടെ പാപപ്രവർത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും എന്നാണ് പറയുന്നത്. So you will die means you must die, or you will surely die. You will certainly die, and അതിന്റെ no option. ദൈവത്തിന്റെ വായിൽ നിന്ന് ആ വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിക്കാൻ യാതൊരു ചാൻസും. So എന്നാൽ പിശാച്, Satan comes and says to you, you will not die. പിശാച് വന്നിട്ട് നമ്മളോട് പറയുന്ന കള്ളതനം എന്താണ്? ദൈവം ശിക്ഷിക്കയില്ല, ദൈവം നോക്കുകയില്ല, നിങ്ങൾ മരിക്കയില്ല എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സോ എന്താണ് എന്ന് ചോദിച്ചാൽ, but you no need to die because the Father God has made a provision through Jesus Christ. നമ്മൾ മരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ കൂടി ഒരു വഴിയെ തുറന്നിട്ടുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ, He has given you the Holy Spirit. അപ്പോൾ പിതാവായ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിച്ചിട്ടുണ്ട്. He has given you the Holy Spirit to put to death the deeds of the flesh, the sinful deeds of your body. എന്തിനു വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ശരീരത്തിലുള്ള പാപ സ്വഭാവത്തെ മരിപ്പിക്കാൻ വേണ്ടിയാണ്, കൊല്ലാൻ വേണ്ടിയാണ്, ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, ഓവർകം ചെയ്യാൻ വേണ്ടിയാണ്. So how will you overcome sin? How will you overcome the desires of the flesh? How will you overcome the sinful nature of the flesh? It is only through the power of the Holy Spirit. നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ ഡിസിപ്ലിൻഡ് ലൈഫ് കൊണ്ടോ, നമ്മുടെ അസെറ്റിസിസം കൊണ്ടോ നമുക്ക് പാപത്തെ മരിപ്പിക്കാൻ, പാപത്തിന്മേൽ ജയം നേടാൻ പറ്റത്തില്ല. പാപത്തെ മരിപ്പിക്കാൻ വേണ്ടി, ശരീരത്തിലുള്ള പാപപ്രവൃത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി, ഓവർകം ചെയ്യാൻ വേണ്ടി പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാണിച്ചിരിക്കുന്ന ഏകൈക വഴി എന്ന് പറയുന്നത് ക്രിസ്തയേശുവിൽ കൂടി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്ന ഒരു വഴിയാണ്. Through the Holy Spirit you can put to death the deeds of the flesh. അല്ലാതെ ഒരിക്കലും പറ്റത്തില്ല. So you cannot get victory over sin. You cannot get victory over Satan. പരിശുദ്ധാത്മ ഇല്ല. Whether you want to obey the Holy Spirit, whom Father God has put inside you, or do you want to obey the flesh, you still carry around you. So പരിശുദ്ധാത്മാവിനെ അനുസരിക്കണോ, ശരീരത്തെ അനുസരിക്കണോ, that is your choice.
സോ ദാറ്റ് ഈസ് യുവർ ഫ്രീഡം ഓഫ് വിൽ. അതിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ നിത്യത്വം, നിത്യത എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. എന്നാൽ 14-ാം വചനത്തിലേക്ക് വരും. 14-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന്. സോ നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ ആരാണ് ക്രിസ്ത്യാനികൾ? ആരാണ് ക്രിസ്തുവിൽ ഉള്ളവർ? ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിൽ ഉള്ളവനല്ല, ക്രിസ്ത്യാനിയല്ല. അതുപോലെ തന്നെ ഇവിടെയും പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ ആത്മാവ് നടത്താത്തവർ ആരും ദൈവത്തിന്റെ മക്കൾ അല്ല. For all were allowing themselves to be led by the Spirit of God are sons of God എന്നാണ്. എന്നാൽ ഇവിടെ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് എന്ന് ചോദിച്ചാൽ, so now there is a difference between a child and a son. അപ്പൊ ചൈൽഡ് ആൻഡ് എ സൺ, ഒരു മകൻ, ഒരു കുഞ്ഞിനും മകൻ എന്ന് പറയുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. The child is a baby and it wants the father and mother to do so many things. It is always expected to receive and receive and receive. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, ചൈൽഡ് ആയിരിക്കുമ്പോൾ എപ്പോഴും മാതാപിതാക്കളുടെ സഹായം കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കും. മാതാപിതാക്കളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത, അറിവില്ലാത്ത, എബിലിറ്റീസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ ചൈൽഡ് എന്ന് പറയുന്നത്. The smaller the baby is, the more dependent it is. It expects the father and mother to do everything for it. അപ്പൊ ഈ കുഞ്ഞ് എത്ര ചെറിയതായിരിക്കും അത് അത്ര അധികമായിട്ട് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അത് ജീവിക്കും. So one mark of growth is that you have a greater sense of responsibility. എന്നാൽ ഈ കുഞ്ഞ് ഒരു ചൈൽഡായിട്ട്, ഒരു മകനായിട്ട്, മകളായിട്ട് വളരുന്നതിന്റെ ഒരു വളർച്ച ഉണ്ടല്ലോ, അതിന്റെ ഒരു മാർക്ക് എന്താണ്? ആ വളർച്ചയുടെ ഒരു മാർക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ, സോ അത് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കൂടി വരും. സോ ഉദാഹരണം, 10-year-old child has greater sense of responsibility than the 6-month-old baby. 6 മാസത്തെ കുഞ്ഞിനെക്കാട്ടിലും 10 വയസ്സുള്ള കുഞ്ഞിന്റെ ജീവിതത്തിൽ ഈ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ചുമതലയുടെ ഒരു അറിവ് കൂടുതലായിരിക്കും. The 25-year-old has far greater responsibility than 10-year-old. ഈ 10 വയസ്സുള്ള കുഞ്ഞിനെക്കാട്ടിലും ഒരു 20-25 വയസ്സ് പ്രായമുള്ള വ്യക്തിയുടെ ആ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. എന്നാൽ there are all children, but the sense of responsibility is immensely different എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സോ എല്ലാ ഈ മക്കളുണ്ട്, എന്നാൽ അവരുടെ മധ്യത്തിൽ ഈ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു അളവുണ്ടല്ലോ, അത് വ്യത്യാസമായിട്ടുണ്ട് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So when we move from being a child to a son, then we will have sense of responsibility in our life towards God's work, towards God's house, towards pleasing Him and fulfilling His purposes. So ഒരു വ്യക്തി ഈ ശിശുപ്രായത്തിൽ നിന്ന് ഒരു നല്ല
സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉള്ള പ്രായത്തിലേക്ക് വളരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ വളർച്ചയെ അനുസരിച്ച്, ആ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് അവന് ദൈവത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങും. ദൈവത്തിന്റെ ഭവനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കും. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ അവൻ ആഗ്രഹിക്കും. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ അവൻ മനസ്സിലാക്കി അതുപോലെ ചെയ്യാൻ അവൻ ശ്രമിക്കും. അത് വളർച്ചയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അവന്റെ ജീവിതത്തിൽ ഈ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കൂടി വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഹൗ ദ ഹോളി സ്പിരിറ്റ് ലീഡ്സ് us. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്. And that is why it says here, as many as are led by the Spirit of God, these are the sons of God. ആരെല്ലാം ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ, നയിക്കുന്നുണ്ടോ, അവര് ദൈവത്തിന്റെ മക്കൾ എന്നാണ്. So when we receive Jesus Christ into our heart, we are born again from that moment onwards. ഇപ്പൊ യേശു ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ ആ സമയം മുതൽ നമ്മൾ വീണ്ടും ജനിച്ച ശിശുക്കളെ പോലെയാണ്. So, and if we are filled with the Holy Spirit and allow the Holy Spirit to lead us, we can become sons of God very quickly. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറും. കാരണം പരിശുദ്ധാത്മാവിന്റെ ആ നയിക്കുന്നവർ ഇതുണ്ടല്ലോ, അതിൽ കൂടി നമ്മുടെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം വരും. സോ വി ആർ സൺസ് ഓഫ് ഗോഡ് ഇൻ ദി ഹൗസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഭവനത്തിൽ, ദൈവത്തിന്റെ വീട്ടിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, കുഞ്ഞുങ്ങളാണ്. We can be sons of God with the sense of responsibility from day one. എന്നാൽ ചിലരൊക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ കൂടുതലായിട്ട് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവർ ദൈവത്തിന്റെ ഭവനത്തിൽ 1-ാം ദിവസം മുതൽ തന്നെ അവർ ചുമതല ഏറ്റെടുക്കും. ദൈവത്തിന്റെ ഭവനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത്രമാത്രം മെച്യൂരിറ്റി അവരിൽ വരും. പരിശുദ്ധാത്മാവ് ആ രീതിയിൽ അവരെ നയിക്കും. So we don't want to wait 15 years or 20 years like in a natural life to be the responsible persons. Actually, ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വരുന്നത് തന്നെ ഒരു 15 years 20 yearsന് ശേഷമാണ്. അതുപോലെ തന്നെ ആത്മീക ജീവിതത്തിലും അത്ര വർഷം ഇങ്ങനെ കാത്തിരിക്കണം എന്നുള്ള നിർബന്ധം ഒന്നുമില്ല. So you allow the Holy Spirit to lead you with a sense of responsibility. ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വരും. അതിന് നല്ല ഒരു ഉദാഹരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ, യു നോ ദാറ്റ് Peter, what he did on the day of Pentecost. The Spirit of God filled him, and immediately he had a sense of responsibility towards God's word and began to preach the gospel and serve Jesus Christ. പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മുകളിൽ വന്നപ്പോൾ, പത്രോസിനെ പരിശുദ്ധാത്മാവ് നയിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിൽ കൂടി പത്രോസിന്റെ ആ സമയത്ത് തന്റെ ചുമതല എന്താണെന്ന് അവൻ മനസ്സിലാക്കി. സോ പെട്ടെന്ന് ദൈവത്തിന് വേണ്ടി സാക്ഷിയായിട്ട് നിൽക്കുകയും സുവിശേഷം അറിയിക്കുകയും ക്രിസ്തുവിന്റെ ശുശ്രൂഷകനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സോ അതാണ് ആ ഒരു സൺ, ഒരു മകന്റെ ഒരു മെച്യൂരിറ്റിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. So God gives us His Spirit and His Spirit can lead us. So ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തരും. പരിശുദ്ധാത്മാവിനെ തരുന്നത് നമ്മെ നയിക്കാൻ വേണ്ടിയാണ്. അതാണ് when you read verse 13 and 14 together, you find that the Holy Spirit leads us to put to death the deeds of the body. സോ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തരുമ്പോൾ
ഈ 13, 14 വചനങ്ങളിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കും. If we have the leading of the Holy Spirit. So those who are led by the Spirit of God are the sons of God. ആരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്നുണ്ടോ അവർ ദൈവത്തിന്റെ മക്കളാണ്, മകനാണ്, മകളാണ്. And these are the ones who have put to death the deeds of the body. അപ്പൊ ഈ പരിശുദ്ധാത്മാവിൽ കൂടി നയിക്കപ്പെടുന്ന മകനും മകളും അവർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, തങ്ങളുടെ ജീവിതത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ, പരിശുദ്ധാത്മാവ് അവരെ നയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ മരിപ്പിച്ചുകൊണ്ടിരിക്കും. That is one of the signs of the leading of the Holy Spirit. A son of God is not the one who thinks that he goes to heaven when he dies. That's a baby thinking about what God can do for him. So ഒരു കുഞ്ഞ് ഞാൻ മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോകും എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ മെച്യൂർഡ് സൺ അല്ല. അവനിപ്പോഴും കുഞ്ഞാണ്. അവനിപ്പോഴും പിതാവ് എന്താണ് ചെയ്യുന്നത് അതിനെ ആശ്രയിച്ചിട്ടാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. A son of God is the one who lives in a responsible way. A son of God is the one who puts into death the deeds of the body or sinful nature of his body, the deeds which he did in olden days, the deeds which pleased his flesh, living in sin. ആരാണ് ദൈവത്തിന്റെ മകൾ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നത് who live in a responsible way. നല്ല ചുമതല ഉള്ളവരായിട്ട് റെസ്പോൺസിബിൾ വേയിൽ കൂടി ജീവിക്കുന്നവരാണ്. ആരാണ് ദൈവത്തിന്റെ മകൾ എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ, ശക്തിയോടെ ഈ ജഡത്തിന്റെ സകല പ്രവൃത്തികളെയും മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു കാലത്ത് അതിന് അടിമകളായിട്ട് ജീവിച്ചു, എന്നാൽ ഇപ്പോൾ അതിനെ മരിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന കാരണം they are controlled by the Holy Spirit. A son of God puts to death all the things come out of his body that are contrary to God's will. ദൈവത്തിന് ഇഷ്ടമില്ലാതെ ഏതെല്ലാം കാര്യങ്ങളും ശരീരത്തിൽ കൂടി പുറത്തു വരുന്നുണ്ടോ അതെല്ലാം കൊന്നോണ്ടിരിക്കുന്നവനാണ് ദൈവത്തിന്റെ മകനും മകളും. കാരണം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ മകൾ എന്ന് പറയുന്നത് they are led by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നയിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും he will put ജഡത്തിന്റെ സകല പ്രവൃത്തികളെയും to death. Because God gives him the power of the Holy Spirit to put them into death. അതാണ് കാരണം. And he does that. He walks in the Spirit with the resurrection life of Jesus Christ and pleases God day by day. And he is a responsible son and a daughter of God. അപ്പൊ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ശക്തി, ഉയർത്തെഴുന്നേറ്റ ജീവൻ അവരിൽ വസിക്കും. ആ ജീവൻ കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അവർ ഓരോ ദിവസവും ദൈവത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു റെസ്പോൺസിബിൾ മകനായിട്ട് മകളായിട്ട് അവർ വളരും. അതാണ് 15-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു 15-ാം വചനത്തിൽ. ഇവിടെ പറയുന്നത് അപ്പോസ്തലനായ പൗലോസ്
For you have not received a spirit of slavery leading again to fear, but you have received the spirit of adoption as sons, by which we cry, Abba, Father. And since the Holy Spirit is leading us as sons of God, we don't have to live as slaves anymore. എന്താണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ മകനായിട്ട് മകളായിട്ട് ഈ ലോകത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വീണ്ടും നമ്മൾ ദാസ്യത്തിന്റെ ഒരു ഭാവമുള്ളവരായിട്ട് നമ്മൾ ഇനി ഈ ലോകത്തിൽ ജീവിക്കേണ്ടിയ അടിമകളായിട്ട് ദാസന്മാരായിട്ട് ഇനി ജീവിക്കേണ്ടിയ യാതൊരു ആവശ്യവും ഇല്ല എന്ന് slaves to our whole nature, because we have no obligation to live according to our old nature. So നമ്മൾ ഇനി ദാസന്മാരായിട്ട് പഴയ യജമാനനെ ശുശ്രൂഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അങ്ങനെയുള്ള ബാധ്യതയും നമുക്കില്ല എന്നാണ് പറയുന്നത്. We have not received the spirit of slavery leading to fear. അതായത് നിങ്ങളെ പിന്നെയും ഭയത്തിലേക്ക് നയിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു ദാസ്യത്തിന്റെ അവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു ആത്മാവിനെ അല്ല നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്, എന്നാൽ കർത്താവിനെ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു. The Holy Spirit is the spirit of life, the spirit of freedom. It is not a spirit of condemnation എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് ജീവൻ നൽകുന്ന, ജീവനെ ഉത്പാദിപ്പിക്കുന്ന ഒരു ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് രക്ഷ നൽകുന്ന, വിടുതൽ നൽകുന്ന, വിടുവിക്കുന്ന, മോചനം നൽകുന്ന ഒരു ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ കുറ്റം വിധിക്കുന്ന ആത്മാവ് അല്ല എന്നാണ്. സോ അതുകൊണ്ട് anything that brings condemnation, so that is not from God. നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ടോ, so then we should believe that that is not from the Holy Spirit, that is not from God. Anything that brings death, നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും ഫിസിക്കൽ ലൈഫിലും ഫൈനാൻഷ്യൽ ലൈഫിലും ഒരു മരണത്തിന്റെ അവസ്ഥയെ കൊണ്ടുവരുന്നുണ്ടോ, then believe that that is not from God. Anything that brings agitation is not from God. നമ്മുടെ ജീവിതത്തിൽ ഒരു ആങ്സൈറ്റി കൊണ്ടുവരുന്നുണ്ടോ, വെറിസം ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ, വേദനിപ്പിക്കുന്ന ഒരു ഇത് വരുന്നുണ്ടോ, then that is not from the Holy Spirit, that is not from God. കാരണം ഒരിക്കലും പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ചിലരൊക്കെ ഈ മെസ്സേജസിൽ കൂടി ഇങ്ങനെ കുത്തി 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 സംസാരിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ഫ്രം ദി ഹോളി സ്പിരിറ്റ്. ഇപ്പൊ ദൈവത്തിന്റെ വചനത്തെ ഒരാളിനെ കുത്തി 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 സംസാരിക്കാൻ വേണ്ടി ഒരിക്കലും ദൈവം തന്നിട്ടില്ല. സോ അത് നമ്മൾ മനസ്സിലാക്കണം. സോ ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.